Hi, hello dear friends, welcome back to another current affairs video. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലെൻഡ് എന്താണ്? ചിഹ്നഗ്രഹം, സസ്തനി, ഉൽക്ക, മാൽവെയർ ഒക്കെ ആയിരുന്നു ഓപ്ഷൻ. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മാൽവെയർ ആണ്. മാൽവെയർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് ES പത്മകുമാറാണ്. ES പത്മകുമാർ. പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോന്നതി. അക്ഷരോന്നതി. ഇന്ത്യയിലെ ആദ്യ AI നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്ന നഗരം കർണാടകയിലെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. സീലിയാങ് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡാണ്. നാഗാലാൻഡ്. മാനസിക വൈകല്യവും കേൾവി പ്രശ്നങ്ങളും ദൃശ്യവൈകല്യവുമുള്ള കുട്ടികളെ ലക്ഷ്യം വയ്ക്കുന്ന പ്രത്യേക വിദ്യാഭ്യാസത്തിനായി ദിശ അഭിയാൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. ദിശ അഭിയാൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ ആസ്പദമാക്കി മാഹിയിൽ ശില്പപരമ്പര തീർത്തത് ആരെന്ന് ചോദിച്ചാൽ അത് KKR വേങ്ങരയാണ്. KKR വേങ്ങര. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ചോദിച്ചാൽ അത് ആനേറയാണ്. ആനേറ. അടുത്തിടെ അവതരിപ്പിച്ച നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2025 ഓഗസ്റ്റ് 11-നാണ്. നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് 2025 ഓഗസ്റ്റ് 11. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.